അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ഹുമസയുടെ ആദ്യ ഭാഗത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സമ്പത്ത് കുന്നുകൂടുകയും അതിൽ മാത്രം ആകൃഷ്ടരാകുകയും പരലോകം മറക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. അള്ളാഹു തുടർന്ന് പറയുന്നത് യഹ്സബു അന്ന മാലഹു അഖലദാന്ന്. തൻ്റെ സമ്പത്ത് തന്നെ ശാശ്വതനാക്കും എന്നാണ് അവൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമ്പത്ത് ശാശ്വത ജീവിതം നൽകിയിട്ടുണ്ട്, എനിക്കെൻ്റെ പണം കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്, അതെന്നും ഇവിടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, മനുഷ്യന്മാരുടെ മിഥ്യാധാരണ അതാണ്. സമ്പന്നനായി കഴിഞ്ഞാൽ അവൻ എന്നും ജീവിക്കും, ആർക്കും ഒരു ഉപകാരവും ചെയ്യേണ്ടതില്ല, ആരുടെയും ആശ്രയം എനിക്കിനി വേണ്ടി വരില്ല എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. ആ ആളുകൾ ഏത് കാലത്തുള്ളവരാണെങ്കിലും അവർക്ക് നാശമുണ്ടായിരിക്കും. അവനെപ്പറ്റിയാണ് ഇനി അടുത്ത ആയത്ത് പറയുന്നത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. കല്ല, അങ്ങനെയല്ല, അവൻ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ലയുംബദന്ന ഫിൽ ഹുതമ, അവനെ ഹുതമയിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ശക്തിയായിട്ടാണ് പറയുന്നത്. ലയുംബദന്ന, ലാമ് ശക്തി കൂട്ടാനുള്ളതാണ്, ഒരു പ്രസ്താവനക്ക് ശക്തി കൂട്ടാനുള്ളതാണ് ലാമ്. നൂനും അത് തന്നെയാണ്. ലയുംബദന്ന ഫിൽ ഹുതമ, തീർച്ചയായും അവനെ ഹുതമയിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ഉമാ അദ്റാക മൽ ഹുതമ, എന്താണ് ഹുതമ എന്ന് നിനക്കറിയാമോ? ഹുതമ എന്താണ്? ഹുതമയിലേക്ക് വലിച്ചെറിയും. അപ്പോൾ എന്താണ് ഹുതമ? അതിൻ്റെ ഗൗരവം അല്ലാഹു തആല ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹുവിൻ്റെ നരകമാണ്. അൽ മൂഖദത്തു, കത്തിക്കപ്പെടുന്ന, ജ്വലിച്ച് കത്തിക്കപ്പെടുന്ന, ജ്വലയോടുകൂടി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന നാറുള്ള, അള്ളാഹുവിൻ്റെ നരകമാണ് ഹുതമ. നരകത്തിൻ്റെ മറ്റൊരു പേരുകൂടിയാണ് ഹുതമ. ഒയില് ജഹന്നമിലെ നരകത്തിലെ ഒരു ഭാഗമെന്ന പോലെ ഹുതമ എന്നത് നരകത്തിൻ്റെ മറ്റൊരു പേരുകൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന ആ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടും. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ, എന്താണ് ഹുതമ എന്നറിയാമോ? സാധാരണ നരകമല്ല, അതിലേറ്റവും കൂടുതൽ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൻ്റെ അവസ്ഥയാണ്. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് അത് ആളിപ്പടരുന്ന. ഇത്തല അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്മേൽ ആളിപ്പടർന്നു, അതിന്മേലേക്ക് അങ്ങോട്ട് കയറി ചെന്നു, ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന. എന്താ ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്ന എന്ന് പറയാൻ കാരണം? ഹൃദയത്തിൽ നിന്നാണല്ലോ ഈ അഹങ്കാരബോധം, ഈ മറ്റുള്ളവരെ പറ്റിയുള്ള നിന്ദ്യതാബോധം, ഞാൻ വലിയവനാണെന്നുള്ള ആ ഒരു ദുരഭിമാനം, ഇതൊക്കെ ഹൃദയത്തിൽ നിന്നാണല്ലോ വരുന്നത്. ആ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ അതിശക്തമായ നരകം കൊണ്ട് ആ ഹൃദയത്തെ കത്തിക്കരിക്കും അള്ളാഹു. തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ആ നരകത്തിലേക്ക് അള്ളാഹു, അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ, ആ നരകം അവരുടെ മേൽ മൂടപ്പെട്ടതാണ്. അതിൻ്റെ നാളങ്ങൾ കാറ്റിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി അതിൻ്റെ ചൂടിന് അല്പമെങ്കിലും ശമനം കിട്ടുമെന്ന് വിചാരിക്കേണ്ടതില്ല. നരകം മൂടപ്പെട്ടതാണ്. തീ എപ്പോഴും ചൂടിന് ശക്തി കൂടണമെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് വേവണമെങ്കിലും തീ മൂടണം. നമ്മളെ അടുപ്പുകളും നമ്മുടെ സ്റ്റൗകളും മൂടാറുണ്ടല്ലോ. ഇനി ബോയിലിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കാണാം, കത്തിക്കപ്പെടുന്ന തീയിൻ്റെ നാളങ്ങളും അതിൻ്റെ ചൂടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മൂടി വച്ചിരിക്കും. അതാണ് ഇന്നഹാ അലൈഹിം മുഅ്സദ, ആ ശക്തമായ നരകം അവരുടെ മേൽ മൂടപ്പെട്ടിരിക്കുന്നു. ഫീ അമദിൻ മുമദ്ദദ, നീട്ടിയുണ്ടാക്കിയ സ്തംഭങ്ങളിലായിക്കൊണ്ട്. ശക്തമായി തീ കത്തിക്കുകയും ആ തീയിൻ്റെ ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വലിയ സ്തംഭങ്ങളുണ്ടാക്കി, അതായത് തീയിൻ്റെ തീക്കുഴലുകളുണ്ടാക്കി. അമദ് എന്ന് പറഞ്ഞാൽ അതാ സ്തംഭം. വലിയ തീക്കുഴലുകളുണ്ടാക്കി, നീണ്ട തീക്കുഴലുകളുണ്ടായാൽ ആ കുഴലുകളിൽ നിന്ന് പുക അതിൻ്റെ മുകളിൽ കൂടി പോകും, എന്നാൽ ചൂട് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും അതിശക്തമായി നിലനിൽക്കും. തീക്കുഴൽ എന്ന ആ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് അല്ലാഹു ഇവിടെ എടുത്തു പറയാണ്. തീക്കുഴലുകൾ, തീയുടെ സ്തംഭങ്ങൾ, അതിൽ അവരെ മൂടിക്കിടക്കുകയാണ് നരകം.
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൻ്റെ ഭീകരതയും അതിൻ്റെ ചൂടും അതിൽ നിന്ന് ഒരാശ്വാസവും ഈ തരത്തിൽ ജനങ്ങളെ കുത്തുവാക്കുകൾ കൊണ്ടും ദുസൂചനകൾ കൊണ്ടും ഉപദ്രവിക്കുന്ന ആളുകൾക്കുണ്ടാവുകയില്ല. സമ്പത്തിൻ്റെ ദുരഭിമാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുകയില്ല. പരലോകത്തെപ്പറ്റി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചെയ്തികളിലും എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെയെല്ലാം നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ.